സർക്കാർ വട്ടവടയിൽ ഇടപെടുന്നില്ല. വട്ടവടയിൽ ഒരു കൃഷി ഓഫീസർ പോലുമില്ല എന്ന് സന്ദീപ് രാജാക്കാട് പറഞ്ഞു. ശരിയാണോ? നമുക്ക് സന്ദീപിനോട് എന്തെങ്കിലും ചോദിച്ചു നോക്കാം. സന്ദീപ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സന്ദീപ്, വെരി ഗുഡ് മോർണിംഗ്. വട്ടവടയിൽ നിന്ന് ലഭിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അതിലൊന്ന്, കാബേജ് 80 രൂപ മാർക്കറ്റിൽ, 18 രൂപ മാത്രം കർഷകർക്ക് കിട്ടുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു? രണ്ട്, വട്ടവടയിൽ എന്തുകൊണ്ടാണ് ഒരു കൃഷി ഓഫീസ് ഇല്ലാത്തത്? വട്ടവട പോലെ ഈ ശീതകാല കൃഷി നടത്തുന്ന ഒരു സ്ഥലത്ത് കൃഷി ഓഫീസറെ എന്തുകൊണ്ട് ഇനി സർക്കാർ വെച്ചിട്ടില്ല? അവർക്ക് ഒരു തരത്തിലുള്ള സഹായവും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ വലിയ അനീതിയല്ലേ സന്ദീപ്? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അത്തരത്തിൽ തന്നെയാണ്. വലിയ അനീതി എന്നുള്ളതല്ല, അവഗണന എത്രത്തോളം കർഷകരോട് കാണിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് വട്ടവട എന്ന് പറയുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശീതകാല പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്ന വട്ടവട, അതും ഏറ്റവും ഗുണമേന്മയുള്ള പച്ചക്കറി. ലാബിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ 0% ആണ് ഈ കീടനാശിനിയുടെ ഒക്കെ കണ്ടന്റ്. അത്രയും ഗുണമേന്മയുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നത് വട്ടവടയിലാണ്. ആ വട്ടവടയിലെ പച്ചക്കറികൾ മുഴുവൻ കയറിപ്പോകുന്നത് തമിഴ്നാട്ടിലെ മാർക്കറ്റിലേക്ക്. ആ മാർക്കറ്റിൽ നിന്ന് തിരിച്ചത് കേരളത്തിലേക്ക് എത്തുമ്പോൾ ഇടനിലക്കാർ തീരുമാനിക്കുന്ന വിലയ്ക്ക് വിറ്റഴിക്കുന്നു എന്നുള്ളതാണ്. ഈ ഹോർട്ടികോർപ്പ് കൃത്യമായിട്ട് ഇവരിൽ നിന്ന് പച്ചക്കറി സംഭരിക്കുകയും അത് കേരളത്തിൽ തന്നെ വിതരണം നടത്തുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കർഷകർക്ക് ന്യായമായ വില ലഭിക്കുന്നതിന് ഒരു ഏറ്റവും സഹായകരമാകും എന്നുള്ളതാണ്. എന്നാൽ ഹോർട്ടികോർപ്പ് ചെയ്യുന്നത്, ഓണക്കാലമൊക്കെ ആകുമ്പോൾ ഹോർട്ടികോർപ്പ് പച്ചക്കറി സംഭരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കും. ആ സംഭരിക്കുന്ന പച്ചക്കറി, അതായത് ഒരു കർഷകന് 2000 കിലോ ഉരുളക്കിഴങ്ങുണ്ടെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് 500 കിലോ സംഭരിക്കും, ബാക്കി 1500 കിലോ സംഭരിക്കില്ല. അത് ഇങ്ങനെ അട്ടിയിട്ട് അഴുകിപ്പോകുന്ന സ്ഥിതി വരെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ എടുത്ത പച്ചക്കറിയുടെ പൈസ പോലും കൃത്യമായിട്ട് നൽകാറില്ല. കഴിഞ്ഞ ഓണക്കാലത്ത് പച്ചക്കറി സംഭരിച്ചതിന്റെ തുക ഇപ്പോഴും കിട്ടാൻ ഉണ്ട് എന്നുള്ളതാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ കർഷകർ അതൊക്കെ ഉപേക്ഷിച്ചു. ഇനി ഹോർട്ടികോർപ്പിന് പച്ചക്കറി കൊടുത്തിട്ട് കാര്യമില്ല എന്നുള്ളതാണ് സ്ഥിതി. അതുകൊണ്ട് തന്നെ ഈ ഇടനിലക്കാർ എത്തിക്കഴിയുമ്പോൾ അവർ പറയുന്ന വിലയ്ക്ക് ഇവർ ഈ പച്ചക്കറി വിറ്റഴിക്കാൻ വേണ്ടി നിർബന്ധിതരാകുന്നു എന്നുള്ളതാണ്. കാരണം വിളവെടുക്കാതെ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഈ പച്ചക്കറി വളരെ വേഗം നശിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഇടനിലക്കാരെത്തി ഇത്തവണ 18 രൂപയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 18 രൂപയ്ക്ക് തന്നെ ഇവർ വിറ്റഴിക്കേണ്ട ഒരു സാഹചര്യമാണ് വട്ടവടയിലെ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സന്ദീപ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സന്ദീപ് ചുരുക്കിക്കോളൂ, പറഞ്ഞോളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കൃഷി വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാർ ഈ ഇടനിലക്കാരുമായിട്ടുള്ള ഒരു നീക്കം നടത്തുന്നു എന്ന ആരോപണം അവിടെ വലിയ കാര്യമായി നിലനിൽക്കുന്നുണ്ട്. മുൻപ് സുനിൽകുമാർ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ അവിടെ നേരിട്ടെത്തുകയും അത്തരം നടപടികളെ താക്കീത് ചെയ്യുകയും കൃഷി ഓഫീസറെ അടക്കം താക്കീത് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന്റെ ഒരു മെച്ചം അവിടെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത്തവണ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു തവണ പോലും കൃഷി വകുപ്പ് മന്ത്രി എത്തിയിട്ടില്ല എന്നും ഇവർ പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാകുന്നില്ല എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ കർഷകരിലേക്ക് ഇപ്പോൾ കൃഷി താങ്ക് യു സന്ദീപ്. എന്തായാലും ആ വിഷയം കൃഷി വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. വട്ടവടയിലെ കൃഷിക്കാർക്ക് അവർക്ക് ന്യായമായും ലഭിക്കേണ്ട തുക തന്നെ ലഭിക്കണം എന്നുള്ളതാണ്.